ഗൈസ്, റാത്തുൽ ഹൗസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു പ്രോഡക്റ്റ്, ഒരു ബ്ലൂടൂത്ത് സ്പീക്കറുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ കുറേ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ റിവ്യൂവും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്, നമ്മുടെ പഴയ വീഡിയോസ് നോക്കി അറിയാം. അപ്പോൾ ഇന്ന് പുതിയതായിട്ട് ഒരു സാധനം ലോഞ്ച് ആയിട്ടുണ്ട്. 1000 രൂപയെ താഴെ ലഭിക്കുന്ന, ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുന്ന ഏറ്റവും മികച്ചൊരു പ്രോഡക്റ്റ് ആണെന്ന് തന്നെ പറയാം. ഇപ്പോൾ ലോഞ്ച് ആയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. അപ്പം മിവിയുടെ റോം 2 ആണ് നമ്മൾ ഇന്നത്തെ പ്രോഡക്റ്റ്. മിവിയുടെ റോം 2 ഇന്ത്യൻ മെയ്ഡ് പ്രോഡക്റ്റ് ആണ്. അപ്പം 1000 രൂപ താഴെ വരുന്നുള്ളൂ. ഇപ്പോൾ ഇൻട്രോഡക്ടറി ഓഫർ എന്ന് പറഞ്ഞാൽ 1000 രൂപ താഴെ വരുന്നുള്ളൂ. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ക്ലീശയായിട്ടൊരു അൺബോക്സിങ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ 2-3 ദിവസമായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്തോ ഒരു യൂസർ റിവ്യൂ ആയിട്ട് തന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ യൂഷ്വലി ഒരു അൺബോക്സിങ് ആയിട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ബോക്സ് കണ്ടാൽ തന്നെ അറിയാം, നല്ലൊരു ബോക്സും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ പുഷ് ദ ലിമിറ്റ്സ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ, പിന്നെ റോം 2യുടെ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളും, പിന്നെ അതിൻ്റെ 5 watt സ്പീക്കറാണ്, HD സൗണ്ട് ഉണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്നത് 24 hours പ്ലേ ബാക്ക് ആണ് കമ്പനി അവകാശപ്പെടുന്നത്. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്ത് 5.0 ആണ് വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി, ഇതിനകത്ത് എഴുതിയേക്കുന്നത് ബ്ലൂടൂത്ത് 5.0 ആണ്. അപ്പം ബോക്സിൻ്റെ മറ്റ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സെയിം ആസ് യൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു. മാനുവലും കാര്യങ്ങളും ഇതൊന്നും ഞാൻ തുറന്നു നോക്കിയിട്ട് പോലുമില്ല കേട്ടോ. ജസ്റ്റ് മാനുവലും കാര്യങ്ങളും ആസ് യൂഷ്വൽ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് പറയാമെന്ന് പറഞ്ഞാൽ ഓക്സ് കേബിളും ഉണ്ട്, ചാർജിങ് കേബിളും ഉണ്ട്, ചാർജിങ് കേബിളും ഉണ്ട്. ഈ രണ്ട് സാധനങ്ങളേ ഉള്ളൂ എക്സ്ട്രാ ആയിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം മാനുവലും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. ഓക്സ് കേബിളും യൂസ് കേബിൾ അതെന്തായാലും നല്ലതാണ്. വേറെ ഒരു പ്രോഡക്റ്റ് JBL ഞാൻ പല പ്രോഡക്റ്റും യൂസ് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊന്നും ഇങ്ങനെ ചാർജിങ് കേബിൾ ഉണ്ടാവും, പക്ഷേ ഓക്സ് കേബിൾ ആദ്യമായിട്ടാണ് ഒരു സ്പീക്കറിൻ്റെ കൂടെ കിട്ടുന്നത് എനിക്ക്. പിന്നെ വേറെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാറണ്ടി രജിസ്റ്റർ ചെയ്യേണ്ട ഒരു ഫോർമാറ്റ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബില്ലിൻ്റെ കോപ്പി എടുത്തിട്ട് വാട്സപ്പ് നമ്പറിൽ അയച്ചു കൊടുക്കണം. അപ്പോൾ അവർ ഓൾറെഡി വാറണ്ടി രജിസ്റ്റർ ആവും. നിങ്ങൾക്കിത് പേടിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ് എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഇത് കണ്ടില്ലേ, ഇതൊക്കെ മെറ്റാലിക് ഫിനിഷാണ്. നിങ്ങൾക്ക് തട്ടി നോക്കിയാൽ തന്നെ മനസ്സിലാവും, മെറ്റാലിക് ഫിനിഷാണ്. പിന്നെ ഇതിൻ്റെ മിവിയുടെ ബ്രാൻഡിങ്, ചെറിയൊരു ബ്രാൻഡിങ് ഇവിടെ ഉണ്ട്. പിന്നെ ബാക്കിലാണെങ്കിൽ വലിയൊരു ലോഗോയും കൊടുത്തിട്ടുണ്ട്. എക്സലൻറ്റ് ബിൽഡ് ക്വാളിറ്റിയാണ്. പിന്നെ ഇതെല്ലാം റബ്ബർ ടൈപ്പ് ഫിനിഷാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബട്ടൺസ് എല്ലാം ഇതിനകത്ത് തന്നെ മെർജായിട്ട് ഇരിക്കുന്നതാണ്. പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നതോ കാര്യങ്ങളോ ഒന്നുമല്ല, ബട്ടനായിട്ട് ഇതിനായിട്ട് തന്നെ നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത് നമുക്ക് എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് എക്സലൻറ്റ് ബിൽഡ് ക്വാളിറ്റിയാണ്. ബിൽഡ് ക്വാളിറ്റിയെ പറ്റി നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഓക്സ് കേബിളും ചാർജിങ് പോർട്ടിനുമുള്ള ഇത് വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് നല്ല എയർ ടൈറ്റാണ് ഇത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതേ കണ്ടില്ലേ. ഇപ്പം ഇനി ഈ USB കേബിൾ, ചാർജിങ് കേബിളും ഓക്സ് കേബിളും ഇതിനകത്താണ് വരുന്നത്. 2 എണ്ണം ഇതിനകത്താണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ സൈഡിനെ പറ്റി വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. ഏകദേശം നമ്മുടെ JBL Go 2ൻ്റെ സെയിം ഒരു ഡിസൈൻ ഫിനിഷാണ് വരുന്നത്. പിന്നെ വേറെ കാര്യങ്ങൾ, ഇതിൻ്റെ ബാക്കിൽ നമ്മൾ പ്ലേസ് ചെയ്യാൻ വേണ്ടി അതൊക്കെ കൊടുത്തിട്ടുണ്ട്. 4 ഡോട്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈസി ടു ക്യാരി ആണ്, വെയിറ്റ് തീരെ കുറവാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ബാറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 2000 mAh ബാറ്ററിയാണ് വരുന്നത്. 24 hours പ്ലേ ബാക്ക് ടൈമാണ് കമ്പനി അവകാശപ്പെടുന്നത്. പക്ഷേ നമുക്ക് ഏകദേശം ഒരു 100% ഒക്കെ യൂസ് ചെയ്താൽ 24 hours ഒന്നും കിട്ടത്തില്ല. ഞാനൊരു മീഡിയം റേഞ്ചിലൊക്കെ യൂസ് ചെയ്തപ്പം ഒരു ഡേ ഫുള്ളായിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതും 100% വോളിയത്തിൽ വെച്ച് കേൾക്കാറില്ല. 100% വോളിയം വെച്ച് കേൾപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു ഡിസ്റ്റോർഷൻ ലെവലൊന്നും അങ്ങനെ ബ്ലേഡൊന്നും ആവത്തില്ല, ക്ലാരിറ്റി ഒന്നും ഇല്ലായിരിക്കത്തില്ല, സൗണ്ട് പതറത്തൊന്നുമില്ല. നല്ല ക്വാളിറ്റി തന്നെ സൗണ്ട് വരുന്നുണ്ട്. ഒരു 70 to 80% ഒക്കെ വെച്ചാൽ നമുക്ക് ഏകദേശം 24 hours, ഒരു 20 hours എങ്കിലും മിനിമം കിട്ടും എന്തായാലും. അപ്പം ബാറ്ററി ബാക്കപ്പ് നല്ല ബാറ്ററി ബാക്കപ്പാണ്. നമ്മുടെ ബോട്ടിൻ്റെ ഒക്കെ സ്പീക്കേഴ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ബാറ്ററി ബാക്കപ്പാണ്. പിന്നെ JBLൻ്റെ എന്ന് പറഞ്ഞാൽ JBL നല്ല ബാറ്ററി, ഞാൻ യൂസ് ചെയ്ത ബ്ലൂടൂത്ത് സ്പീക്കർ വെച്ച് JBL ആണ് ഏറ്റവും നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്ത് വെച്ച് എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്. ബാറ്ററി ബാക്കപ്പ് നമുക്ക് പക്കയായിട്ട് നല്ല രീതിയിൽ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ ബോട്ടിൻ്റെ ഒക്കെ സ്പീക്കേഴ്സിനൊക്കെ വെച്ചിട്ട് വിലയും കൂടുതലാണ്, ഇത്ര ക്വാളിറ്റിയും ഇല്ല, ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ഔട്ട് ആയിപ്പോവും. പക്ഷേ ഇതിനകത്ത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലം പ്രോഡക്റ്റ് ആണെന്ന് തന്നെ. പിന്നെ നമ്മുടെ JBLൻ്റെ സ്പീക്കേഴ്സിനെ പോലെ തന്നെ IPX7 വാട്ടർ പ്രൂഫ് ആണ്. നമ്മുടെ ചെറുതായിട്ടൊന്നും വെള്ളം തെറിച്ചാലൊന്നും ഒന്നും പറ്റത്തില്ല. ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്താൽ തന്നെ ഒന്നും പറ്റാൻ പോകുന്നില്ല. വാട്ടർ പ്രൂഫാണ്. ഇതിനകത്ത് വെള്ളം ഡ്രെയിൻ ഔട്ട് ആയിട്ട് പൊക്കോളും, അങ്ങ് അകത്തോട്ട് വെള്ളം കയറി ചെല്ലത്തില്ല. അപ്പം ആ ഒരു ഫീച്ചറൊക്കെ നല്ലൊരു ഫീച്ചറാണ്. ഇപ്പം നമുക്കിത് ഈസി ടു ക്യാരി ആണ്, എവിടെ വേണേലും കൊണ്ടുപോകാം. ഇപ്പം നമ്മൾ ട്രക്കിങ്ങിലൊക്കെ പോകുന്നതിലും മഴയൊക്കെ പെയ്യുമെന്നേ പറയാക്കത്തില്ല, നമുക്ക് ചിലപ്പോൾ ഇതൊക്കെ നനയേണ്ട ചാൻസ് വന്നാലും ഒരു സീനും ഇല്ല. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പം അടിപൊളി ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. 2 സ്പീക്കേഴ്സ് നമുക്കുണ്ടെങ്കിൽ
രണ്ട് സ്പീക്കേഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു സ്റ്റീരിയോ സിസ്റ്റം പോലെ, ഒരു ഫിലിമൊക്കെ കാണുന്നത് സ്റ്റീരിയോ സിസ്റ്റം പോലെ ഡബിൾ സൗണ്ടിൽ അടിപൊളിയായിട്ട് ആ ഒരു സെയിം എഫക്റ്റിൽ തന്നെ രണ്ട് സ്പീക്കേഴ്സിൽ നിന്നും ഔട്ട് വന്നിട്ടൊരു സ്റ്റീരിയോ എഫക്റ്റിൽ നമുക്ക് കേൾക്കാൻ പറ്റും സൗണ്ടിൻ്റെ കാര്യങ്ങളെല്ലാം. പിന്നെ ഇതിൻ്റെ ബാസ് എല്ലാം നല്ല ബാസ് ഉണ്ട്, നല്ല ബാസാണ്. ഈ 1000 രൂപയിൽ റേഞ്ചിൽ വരുന്ന സ്പീക്കേഴ്സിൽ നല്ലൊരു ബാസും ക്വാളിറ്റിയുള്ള സൗണ്ടും ഔട്ടുമാണ് ഇത് ലഭിക്കുന്നത്. ഇപ്പം ഞാൻ ഒരു സാമ്പിൾ നിങ്ങളെ കേൾപ്പിച്ച് തരാം. അപ്പോൾ ഇപ്പം നമ്മളൊരു 70% വോളിയം വെക്കുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഇതിൻ്റെ എഫക്റ്റും ബാസ് എഫക്റ്റൊക്കെ. അപ്പോൾ നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. ഇപ്പോൾ നമ്മളപ്പം 70% കൊടുത്ത് കേട്ടോണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് ഇനി ഒരു 100% ചോദിച്ചാൽ എങ്ങനെ ഉണ്ടോ നോക്കാം. നിങ്ങളിപ്പോൾ സൗണ്ടിൻ്റെ ക്വാളിറ്റി മനസ്സിലായി കാണുമല്ലോ എത്രത്തോളം ഉണ്ടെന്ന്. നമ്മൾ ആദ്യം കേട്ട ഒരു 70% വോളിയത്തിലും പിന്നെ കേട്ടത് 100% വോളിയത്തിലാണ്. നമുക്കൊരു റൂം സൈസ് നമ്മുടെ ഒരു സാധാരണ നോർമൽ റൂമിൽ കേൾക്കാൻ വേണ്ടി ഒരു ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ്. ഇനി ഇത് നമുക്കിപ്പോൾ 4 കളർ വേരിയൻറ്റിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഗ്രേ, ബ്ലൂ, ഗ്രീൻ ആൻഡ് റെഡ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ ഈ കളർ മാത്രമേ ഉള്ളൂ, ആമസോണിൽ ഈ ഗ്രേ കളർ മാത്രമേ ഉള്ളൂ. റെഡ് കിടപ്പുണ്ട്, പക്ഷേ അതിന് റേറ്റ് വരുന്നത് ഒരു 2000 രൂപയാണ് റേറ്റ് വരുന്നത് ഫ്ലിപ്കാർട്ടിൽ. അപ്പോൾ നമുക്ക് കളറിനോട് അത്രയ്ക്ക് ഏത് കളറാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് സംഭവം ക്വാളിറ്റി ആയിട്ടിരുന്നാൽ മതി. ഇതൊരു ലോഞ്ച് ഓഫർ ആയിട്ടാണ് 1000 രൂപയ്ക്ക് സെയിൽ ചെയ്യാമെന്ന് പറഞ്ഞത്. 22-ാം തീയതിക്ക് മുമ്പ് എടുത്താൽ 999 നമുക്ക് കിട്ടുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോഴും 999 ആണ് കിടക്കുന്നത് ഫ്ലിപ്കാർട്ടിലൊക്കെ പ്രൈസ്. ചിലപ്പോൾ ഇനി പ്രൈസ് ചേഞ്ച് ആയേക്കാം. ആക്ച്വൽ പ്രൈസ് 1199 രൂപയാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് 999 അവൈലബിൾ ആണ്, ഇന്ന് വരെ അവൈലബിൾ ആണ്. ഇനി നാളെയുള്ള കാര്യം എനിക്കറിയില്ല. അപ്പം എന്തായാലും നമുക്ക് നോക്കാം പ്രൈസ് റേഞ്ച് മാറുന്നോ ഇല്ലയോ. ഇത്രയൊക്കെയാണ് മിവി റോം 2ൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും. അപ്പം ഇതിൻ്റെ പർച്ചേസിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് പർച്ചേസ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. ഏതിൽ നിന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ. രണ്ടിലും സെയിം പ്രൈസാണ് കിടക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ